നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ സത്രം കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ. ദിവസവും ഇതുവഴി ശബരിമല ദർശനത്തിനായി പോകുന്നത് 5000-ഓളം തീർത്ഥാടകർ. കട്ടപ്പന കടമാക്കുഴിയിൽ ദേശീയപാതയുടെ ഓടയിൽ വീണ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചത് വെള്ളാരംകുന്ന് സ്വദേശി ജോസ്. ദേശീയപാതയോരത്തെ ഓടയുടെ അപകട ഭീഷണി നിരവധി തവണ അധികാരികളിൽ എത്തിച്ചിട്ടും നടപടിയില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് സമരസമിതി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിന് സമാപനം കുറിച്ച രാഷ്ട്രപതിക്കും സുപ്രീം കോടതിക്കും തയ്യാറാക്കിയ നിവേദനമടങ്ങിയ കത്ത് പോസ്റ്റ് ചെയ്തു. നിവേദനങ്ങൾ തപാൽ ഓഫീസ് വഴി അയച്ചത് മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി ഇന്ദ്രപ്പേലിന്റെ സാന്നിധ്യത്തിൽ. CHR വിഷയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഇടുക്കി ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തുകൾ അയച്ചു. രാജാക്കാട് പോസ്റ്റ് ഓഫീസിലെത്തി കത്തുകൾ അയച്ചത് ടൗണിൽ പ്രകടനം നടത്തിയ ശേഷം. പരിപാടിയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ സത്രം കാനനപാത വഴി ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ അറിയിച്ചു. ദിവസവും 5000-ഓളം തീർത്ഥാടകരാണ് ഇതുവഴി ശബരിമല ദർശനത്തിനായി പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ വണ്ടിപ്പെരിയാർ സത്രം കാനനപാതയിലൂടെ അയ്യപ്പഭക്തർ കൂടുതലായി എത്തുമെന്ന കണക്കുകൂട്ടലിലാണ് വിവിധ വകുപ്പുകൾ. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിക്കുകയും മേഖലകളിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇവിടെ പ്രവർത്തിച്ചിരുന്ന താൽക്കാലിക കടകൾക്ക് ലൈസൻസ്, ഹെൽത്ത് കാർഡ് എന്നിവയില്ലാത്തതിനാൽ കടകൾ അടയ്ക്കാനും നിർദ്ദേശം നൽകി. തുടർന്ന് ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഇവിടെ ക്യാമ്പ് സംഘടിപ്പിച്ച് മുഴുവൻ കടകൾക്കും ലൈസൻസും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡും വിതരണം ചെയ്തു. സത്ര കളക്ടറിന്റെ വിസിറ്റുകളുടെ ഭാഗമായിട്ട് അവിടെ കടകൾ വിസിറ്റ് ചെയ്തപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ കുറച്ച് കടകൾക്ക് ഹെൽത്ത് കാർഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ വീണ്ടും അവിടെ വിസിറ്റ് നടത്തുകയും അവിടെയുള്ള ഏകദേശം 25 കടകളുണ്ട്. അതിൽ കുറച്ച് ബാക്കി എടുക്കാനുള്ള എല്ലാ കടകളും വിസിറ്റ് ചെയ്യുകയും അതിൽ എല്ലാവരും ഇപ്പൊ ഹെൽത്ത് കാർഡ് എടുത്ത സ്ഥിതിയിലാണ്. വേണ്ട ആവശ്യങ്ങൾ അഡ്വൈസ് കൊടുത്തു. കൂടാതെ വാട്ടർ ക്ലോറിനേഷൻ ചെയ്യുകയും ടെസ്റ്റ് വെള്ളം പരിശോധന നടത്തേണ്ടത് വെള്ളം പരിശോധന നടത്തി അതിനുള്ള പൂർണ്ണമായ അഡ്വൈസ് കൊടുക്കുകയും എല്ലാ ആഴ്ചയും തുറന്നുള്ള ദിവസങ്ങളിലും ഈ ഫോളോ അപ്പ് നിലയ്ക്ക് നമ്മൾ വിസിറ്റ് നടത്തി. കഴിഞ്ഞ ദിവസം നമ്മളവിടെ വിസിറ്റ് നടത്തി. അപ്പോൾ എടുക്കാനുള്ള എല്ലാവരും ഹെൽത്ത് കാർഡും മറ്റു കാര്യങ്ങളും എടുക്കുകയുണ്ടായി. പിന്നെ 1-2 പേരോ എടുക്കാനുണ്ടായിരുന്നു. അവർ ഇത് വരുന്ന ദിവസങ്ങളിൽ എടുക്കത്തക്കണക്ക് വേണ്ട ക്രമീകരണം ചെയ്തു. അങ്ങനെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ അവിടെ ഹെൽത്തിന്റെ രീതിയിൽ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റു പറയത്തക്ക പ്രശ്നങ്ങളൊന്നും നിലവിലില്ല. നമ്മൾ ഫോളോ അപ്പ് തുറന്നും നടത്തിക്കൊണ്ടിരിക്കും. എല്ലാവരുടെയും സഹകരണം അതിനായിട്ട് ഉണ്ടാവണമെന്ന് മാത്രം ആവർത്തിക്കുന്നു. 30ഓളം കടകളാണ് സത്രത്തിൽ മാത്രം പ്രവർത്തിക്കുന്നത്. ഇതിൽ 20 എണ്ണത്തിൽ അയ്യപ്പഭക്തർക്ക് വിരിവെക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ദിനംപ്രതി 5000-ഓളം അയ്യപ്പഭക്തരാണ് സത്രം വഴി ശബരിമലയിലേക്ക് പോകുന്നതെന്നാണ് കണക്കുകൂട്ടൽ. സത്രം പുല്ലുമേട് സന്നിധാനം പാതകൾ പൂർണ്ണ സജ്ജമാണ്. സത്രത്തിൽ എത്ര സ്വാമിമാർ വന്നാലും എത്ര സ്വാമിമാർ വന്നാലും സ്വാമിമാർക്ക് വിരിവെക്കാനും ഭക്ഷണം കിട്ടാനുമുള്ള സൗകര്യങ്ങളുണ്ട്. സത്രത്തിൽ 30ഓളം കടകൾ പ്രവർത്തിക്കുന്നുണ്ട്. 30ഓളം കടകളിൽ ഒരു 28ഓളം കടകളിലും വിരിവെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഒരു 5000 സ്വാമി സത്രത്തിലെത്തിയാലും വിരിവെച്ച് തങ്ങി പോകാനുള്ളതും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ബാത്റൂമുകളെല്ലാം സജ്ജമാണ്. ഹെൽത്ത് കാർഡുകൾ സജ്ജമാണ്. എല്ലാ കടകളിലും ഹെൽത്ത് കാർഡ് സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ നിയമങ്ങളും എല്ലാ കാര്യങ്ങളും പാലിച്ചാണ് കടകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള തീർത്ഥാടകർ സത്രം വഴി കാൽനടയായി ശബരിമല ദർശനത്തിനായി പോകുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ കൂടുതൽ തീർത്ഥാടകർ ഇതുവഴി എത്തുമെന്നാണ് പ്രതീക്ഷ. കട്ടപ്പന കടമാക്കുഴിയിൽ ദേശീയപാതയുടെ ഓടയിൽ വീണ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. വെള്ളാരംകുന്ന് സ്വദേശി ജോസാണ് മരിച്ചത്. ദേശീയപാതയോരത്തെ ഓടയുടെ അപകട ഭീഷണി നിരവധി തവണ അധികാരികളിൽ എത്തിച്ചിട്ടും നടപടി ഉണ്ടായിരുന്നില്ല. അടിമാലിക്കുമ്മളി ദേശീയപാതയുടെ ഭാഗമായ കട്ടപ്പന ആനവിലാസം റോഡിൽ കടമാക്കുഴിക്ക് സമീപമാണ് ഇരുചക്ര വാഹനം മറിഞ്ഞ ഗൃഹനാഥൻ മരിച്ചത്. വെള്ളാരംകുന്ന് സ്വദേശി വെള്ളാപ്പിയിൽ ജോസാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി കേറ്ററിംഗ് ജോലിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങിയ വേളയിലാണ് അപകടമുണ്ടായത്. മേഖലയിലെ റോഡിലെ അപകടാവസ്ഥ നിരവധി തവണ മാധ്യമങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽ എത്തിച്ചിരുന്നു. എന്നാൽ നടപടി സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായില്ല. വീതി കുറഞ്ഞ റോഡിൽ ആഴമേറിയ ഓടയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ട്.
മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് സമരസമിതി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിന് സമാപനം കുറിച്ച് രാഷ്ട്രപതിക്കും സുപ്രീം കോടതിക്കും തയ്യാറാക്കിയ നിവേദനമടങ്ങിയ കത്ത് പോസ്റ്റ് ചെയ്തു. മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പലിന്റെ സാന്നിധ്യത്തിലാണ് നിവേദനങ്ങൾ തപാൽ ഓഫീസ് വഴി അയച്ചത്. 40 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പെരിയാർ തീരദേശവാസികളെ ഏറെ ആശങ്കയിലാക്കുകയാണ്. വിഷയത്തിൽ കേരള, തമിഴ്നാട് സർക്കാരുകളിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി മുല്ലപ്പെരിയാർ സമരസമിതി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിവന്നത്. ഇങ്ങനെ ശേഖരിച്ച ഒപ്പുകളും നിവേദനങ്ങളുമാണ് ഉപ്പുതറ തപാൽ ഓഫീസ് വഴി രാഷ്ട്രപതിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അയച്ചതെന്ന് സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പൽ പറഞ്ഞു. നമുക്കറിയാം, ഒരു ഫെഡറൽ സംവിധാനത്തില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ട മാധ്യസ്ഥം വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റും ഇന്ത്യൻ പ്രസിഡന്റും ഒക്കെയാണ്, നമുക്കറിയാം. അതുകൊണ്ട് അവർ ഇക്കാര്യത്തിൽ എത്രയും വേഗം ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം. ഈ കാലഹരണപ്പെട്ട ബലഹീനമായ ഈ ഡാം ഇതിന് പകരം എത്രയും വേഗം ഒരു പുതിയ ഡാം നിർമ്മിച്ച് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം. അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മുടെ സഹോദരങ്ങളായ തമിഴ്നാടിന് ആവശ്യമായ ജലം കിട്ടുകയും ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ നടത്തിയ ഒരു ഉദ്യമമാണ്. തീർച്ചയായിട്ടും ഇത് വിജയം കാണണം. സുപ്രീം കോടതി തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ, ചെയർമാൻ ഷാജി പി ജോസഫ്, സിബി മുത്തുമാക്കുഴി, റോജി സലീം, പി ടി ജോസഫ്, കൺവീനർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. CHR വിഷയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഇടുക്കി ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തുകൾ അയച്ചു. രാജാക്കാട് ടൗണിൽ പ്രകടനം നടത്തിയാണ് പോസ്റ്റ് ഓഫീസിലെത്തി കത്തുകൾ അയച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. CHR വനമേഖലയല്ലെന്നും ഏലമല്ലാതെ മറ്റു കൃഷികളും വാണിജ്യ വ്യാപാരങ്ങളും ചെയ്ത് ജീവിക്കുന്ന 6 ലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ഭൂമിയാണെന്നും സുപ്രീം കോടതി മനസ്സിലാക്കണം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്തുകൾ അയച്ചത്. പരിപാടിയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. ഇടുക്കി ജില്ലയെ വനമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിൽ കാർഡമം ഹിൽ റിസർവാണ് ഈ പ്രദേശം എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. CHR മേഖല വനമല്ലെന്നും മറിച്ച് റവന്യൂ ഭൂമിയാണെന്നും ഇവിടെ 15,720 ഏക്കർ ഏലമല കാടുകളാണ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ മഹാരാജാവ് 1822 പ്രഖ്യാപിച്ചതെന്നും ഉള്ള സത്യവാങ്മൂലം ബഹുമാനപ്പെട്ട കേരള സർക്കാർ 2 പ്രാവശ്യം ചീഫ് സെക്രട്ടറി മുഖാന്തരം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചെങ്കിലും തെറ്റായ അമിക്കസ് ക്യൂറി റിപ്പോർട്ടും പരിസ്ഥിതി സംഘടനകളുടെ വാദങ്ങളും കേട്ട് സുപ്രീം കോടതി അടുത്ത 4-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുകയാണ്. അന്ന് വിധി പറയുമോ ഇല്ലയോ എന്നത് വ്യക്തമായിട്ടില്ല. വാദം കേൾക്കുന്ന ദിവസമാണ്. ഇടുക്കി ജില്ലയുടെ ശത്രുക്കൾ നടത്തുന്ന ഹീനമായ പരിശ്രമത്തിന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് വനസംരക്ഷണ നിയമത്തിന്റെ സൃഷ്ടാക്കളായ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. ഡിസംബർ 4-ാം തീയതി വരെ കത്തയക്കൽ പ്രക്ഷോഭം തുടരുമെന്നും നേതൃത്വം വ്യക്തമാക്കി. രാജാക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രവർത്തകർ പ്രകടനമായി എത്തിയാണ് ചീഫ് ജസ്റ്റിസിന് കത്തയക്കൽ പ്രക്ഷോഭം ആരംഭിച്ചത്. KK തങ്കപ്പൻ, KM ജെയിംസ്, KK രമേശൻ, MA ഷിനു, S വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ചിയാർ കൽത്തൊട്ടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ വ്യാപാര സ്ഥാപനത്തിൽ തീപിടുത്തം. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമുണ്ടായതായാണ് നിഗമനം. കട്ടപ്പനയിൽ നിന്നും അഗ്നിശമന സേന എത്തി തീ പൂർണ്ണമായി അണച്ചു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് അംഗം ജോമോൻ തിക്കലിന്റെ ഉടമസ്ഥതയിലുള്ള കൽത്തൊട്ടിയിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. രാവിലെ കട തുറന്ന ശേഷം ജോമോൻ കമ്മിറ്റി കൂടുവാനായി കടയടച്ച് കാഞ്ചിയാറിലേക്ക് പോയിരുന്നു. തുടർന്ന് അടഞ്ഞുകിടന്നിരുന്ന കടയ്ക്കുള്ളിൽ നിന്നും പുക ഉയരുന്നതായി സമീപത്തെ വ്യാപാരികൾ കണ്ടു. പരിശോധന നടത്തിയതോടെ വ്യാപാര സ്ഥാപനത്തിനുള്ളിൽ അഗ്നിബാധയുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഉടൻ തന്നെ മേഖലയിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. കട്ടപ്പനയിൽ നിന്നും അഗ്നിശമന സേന എത്തിയാണ് വ്യാപാര സ്ഥാപനം തുറന്ന് തീ പൂർണ്ണമായി അണച്ചതെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഞാൻ കടയിലുണ്ടായിരുന്നു. കടയിലുള്ള സമയത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയാണ്. സുഹൃത്തിന്റെ കടയ്ക്കകത്ത് നിന്ന് ഭയങ്കരമായിട്ട് പുക പുറത്തേക്ക് തള്ളുന്ന കണ്ടുകൊണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ഷട്ടറെല്ലാം ഒന്ന് പഴുത്ത് കൊണ്ടുപോകാൻ പുക വന്നു. അങ്ങനെ തന്നെ നമ്മൾ പിന്നെ
ഫയർഫോഴ്സിലേക്ക് വിളിച്ച് അവരൊരു 20 മിനിറ്റ് കൊണ്ട് വരികയും ചെയ്തു. പെട്ടെന്ന് തീയെല്ലാം കെടുത്തി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കടയ്ക്കകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ സാധനങ്ങളും പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഒന്നും മിച്ചമില്ലാത്ത രീതിയിൽ തന്നെ ഒന്നും അദ്ദേഹത്തിന് തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സ്കൂൾ, കോളേജ് ഐറ്റംസ്, പ്ലാസ്റ്റിക് വസ്തുക്കൾ, പലചരക്ക്, ബേക്കറി സാധനങ്ങൾ എന്നിവ വിൽപ്പന നടത്തിയിരുന്ന വ്യാപാര സ്ഥാപനത്തിനാണ് തീപിടിച്ചത്. നിരവധി രേഖകൾ ഉൾപ്പെടെ കടയിൽ സൂക്ഷിച്ചിരുന്നു. പണമടക്കം പൂർണ്ണമായി കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് അഗ്നിബാധ പടരാതിരുന്നതും സംയോജിതമായ നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും ഇടപെടലുമാണ് അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. കട്ടപ്പന നഗരത്തിൽ തകർന്നു കിടക്കുന്ന റോഡുകളിലും ബസ് സ്റ്റാൻഡിലും വാഴ വെച്ച് കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രതിഷേധം. റോഡിലും ബസ് സ്റ്റാൻഡിലും വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടും അധികൃതർ മൗനം പാലിക്കുന്ന നിലപാടിനെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അധികാരികളുടെ അനാസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളെ അണിനിരത്തി വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് നേതൃത്വം. കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡുകളെല്ലാം തകർന്ന് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും വലിയ യാത്രാക്ലേശമാണ് നേരിടുന്നത്. വിഷയത്തിൽ വ്യാപാരി വ്യവസായി സമിതി അടക്കം പരാതികളും നിവേദനങ്ങളും നഗരസഭ മുമ്പാകെ നൽകിയിരുന്നു. എന്നാൽ മുഖം തിരിക്കുന്ന സമീപനമാണ് അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കുമ്പോൾ മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധക്കാരെ കരിവാരിത്തേക്കുന്ന സമീപനവും നഗരസഭാ അധികാരികൾ സ്വീകരിച്ചു പോരുകയാണ്. ഇതോടെയാണ് റോഡിലെ ഗർത്തങ്ങളിൽ വാഴ നട്ട് വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന യൂണിറ്റ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കട്ടപ്പന നഗരസഭാ പരിധിയിലെ വിവിധ റോഡുകളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി സമിതി കട്ടപ്പന നഗരസഭയിൽ നിരവധിയായിട്ടുള്ള നിവേദനങ്ങൾ കൊടുക്കുകയും വിവിധങ്ങളായിട്ടുള്ള സമരങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ ബഹുമാന്യായ ജോയി വെട്ടിക്കുഴി അടക്കമുള്ള ആൾക്കാർ അതിനെപ്പറ്റി പറഞ്ഞത് ഞങ്ങൾ ചെയ്യാനിരിക്കുന്ന പദ്ധതിയെ അത് വ്യാപാരി വ്യവസായി സമിതിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടാണ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് വ്യാപാരി വ്യവസായി സമിതി അനാവശ്യ സമരങ്ങൾ നടത്തുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾ റോഡ് പണി തുടങ്ങുകയാണ് എന്ന് അറിയിച്ച് പത്രക്കാരോട് പറയുണ്ടായി. എന്നാൽ കാലങ്ങളായിട്ട് ഇവിടുത്തെ വ്യാപാരികളും പൊതുജനങ്ങളും അനുഭവിക്കുന്ന ദുരവസ്ഥ, അതിനോട് മൗനം പാലിക്കുന്ന കട്ടപ്പന നഗരസഭയുടെ നിലപാട്. ഇപ്പം നമുക്കറിയാം, കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ്, പഴയ ബസ് സ്റ്റാൻഡ്, ഈ റോഡ്, ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വിവിധങ്ങളായിട്ടുള്ള വണ്ടികൾ വന്ന് ഇതിന്റെ അകത്ത് അപകടത്തിൽപ്പെടുകയും കാൽനട യാത്രക്കാർക്ക് അപകടം സംഭവിക്കുകയും വ്യാപാരികൾ നേരിടുന്ന ദുരിതത്തിന്റെ അവസ്ഥകളും നമ്മൾ നിരവധിയായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനൊരു പരിഹാരവും കാണാതെ മുഖം തിരിച്ചു നിൽക്കുന്ന സമീപനമാണ് കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സഹകരണ ആശുപത്രിയും 2 ഹോസ്പിറ്റലുകളുടെ കൂടെ കടന്നുപോകുന്ന പൊതുജനങ്ങൾ കടന്നുപോകുന്ന ഒരു വഴിയാണ് പുതിയ ബസ് സ്റ്റാൻഡിന്റെ കവാട റോഡ്. ആ കവാട റോഡിൽ ഗർത്തങ്ങൾ ഉണ്ടായിട്ട് കാലങ്ങളായി. അതിനൊരു പരിഹാരവും കട്ടപ്പന നഗരസഭയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. ഇതേ നിലപാട് തുടർന്നാൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടി ആരംഭിക്കുമെന്നും സമിതി അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് മജീഷ് ജേക്കബ്, അയ്യപ്പൻകുട്ടി, സിനോജ് GS, ആൽബിൻ തോമസ്, PK സജീവ്, PJ കുഞ്ഞുമോൻ, ജഹാംഗീർ തുടങ്ങിയവർ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകി. ഏലപ്പാറ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനം സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിക്കുന്നെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്ത്. സ്വർണം പണയം വെക്കാൻ ധനകാര്യ സ്ഥാപനത്തിലെത്തിയ തങ്ങളുടെ ഫോട്ടോ എടുത്ത ശേഷം സ്വർണം വ്യാജമാണെന്നും ഇവരെ സൂക്ഷിക്കുകയെന്നും കാണിച്ച ചിത്രമടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുവെന്നാണ് ഇവരുടെ പരാതി. വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടും നീതി ലഭിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു. പാലായിൽ സ്ഥിരതാമസക്കാരനും കുട്ടിക്കാനത്തിന് സമീപം തട്ടുകട നടത്തുന്നതുമായ ഷാജിമോൻ എൻഡിയും ബന്ധുവായ വളകോട് സ്വദേശി ചെമ്മൻവിളക്കിൽ വീട്ടിൽ ഡോളി ജോസഫുമാണ് വ്യാപാര സ്ഥാപനത്തിന്റെ ആവശ്യത്തിനായി സ്വർണ്ണവള പണയം വെക്കുന്നതിനായി ഏലപ്പാറയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തെ സമീപിച്ചത്. വള പണയം വെക്കുന്ന വേളയിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ ഇരുവരുടെയും ഫോട്ടോ എടുത്തു. ചോദിച്ചപ്പോൾ ഇതാണ് നിയമ നടപടിയെന്ന് പറഞ്ഞു. തുടർന്ന് വളയ്ക്ക് മാറ്റുകുറവാണെന്ന് പറഞ്ഞ് പണയം വെക്കാൻ അനുവദിച്ചില്ല. ഇതേ ദിവസം കാഞ്ഞിരപ്പള്ളിയിലെത്തി മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ ഇതേ വള പണയപ്പെടുത്തുകയും 50,000 രൂപ കൈപ്പറ്റുകയും ചെയ്തു. എന്നാൽ അന്ന് തന്നെ ഏലപ്പാറയിലെ ധനകാര്യ സ്ഥാപനം ഇരുവരുടെയും ഫോട്ടോ അടങ്ങിയ മെസ്സേജ് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇവരെ സൂക്ഷിക്കുകയെന്നും മുക്കുവണ്ടം പണയപ്പെടുത്തുന്നതിനായി വിവിധ സ്ഥലങ്ങളിൽ എത്തുന്നവർ ആണെന്നും കാണിച്ചായിരുന്നു മെസ്സേജ്. വിഷയത്തിൽ തങ്ങളെ അപമാനിക്കുകയായിരുന്നുവെന്നും മെസ്സേജ് പ്രചരിച്ചതോടെ തങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഇവർ പറഞ്ഞു. തുടർന്ന് ധനകാര്യ സ്ഥാപനത്തിനെതിരെ പീരുമേട് സ്റ്റേഷനിലും SP ഓഫീസിലും പരാതി നൽകി. എന്നാൽ തങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നാണ് ആരോപണം.
അവർ ബാങ്കിൽ നിന്നാണ് ഞങ്ങൾ ഫോട്ടോ എടുത്ത് പുറത്തു വിട്ടേക്കുന്നത്. ഞങ്ങൾ ഇത്രയും പരസ്യമായിട്ട് ആക്ഷേപിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒറിജിനൽ സ്വർണ്ണമാണ് അവിടെ പണയം വെച്ചേക്കുന്നത്. ഞങ്ങൾക്ക് പുറത്തൊരു ബസ്സിൽ കയറാനോ ഒരു യാത്ര ചെയ്യാനോ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയിലാണ്. കാണുന്നവരെല്ലാം ആ ഒരു രീതിയിലേ ഞങ്ങൾ കാണുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ബാങ്കിൽ പോയേക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നതും. അന്നേ ദിവസം തന്നെ പണയം വെച്ചിട്ടുണ്ട്. അതിനകത്ത് യാതൊരു ഗുണത്തിലും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് പുറത്തിറങ്ങണം, മക്കളുണ്ട്, ഭർത്താവുണ്ട്, ചേട്ടന് ഭാര്യയുണ്ട്, മക്കളുണ്ട്. എല്ലാവരും ഞങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്. നമുക്ക് കബളിപ്പിച്ചെങ്കിൽ അവർ നിയമപരമായിട്ട് പോലീസിനെ കൂടെ പിടിപ്പിക്കാനില്ല. അത് അവർ ചെയ്തിട്ടില്ല. അവർ നിയമപരമായിട്ട് ഞങ്ങളെ ഒന്നും ചെയ്യാതെ അവർ പരസ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ കുടുംബത്തെ ഞങ്ങൾ ആക്ഷേപിച്ചു. ജീവിക്കാൻ ഒരു ഇതില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. 10-12 ദിവസമായിട്ട് ആ ഒരു രീതിയിലാണ്. ഇപ്പോൾ കേസ് കോടതിയിലേക്ക് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വക്കീലെ കണ്ട് കേസ് കോടതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. SP ക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെതായ കാര്യങ്ങൾ ഭയങ്കര എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ എന്തിനാണ് ചീറ്റ് ചെയ്ത് ഞങ്ങൾ പരസ്യമായിട്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തു. ഈ കാര്യങ്ങളെല്ലാം അവർ ചെയ്തിട്ടുണ്ട്. ഇത് നാട്ടിൽ കൂടെ വളകോടാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ എനിക്ക് ഇറങ്ങി നടക്കത്തില്ല. ബസ്സിൽ കയറാൻ പോയി എനിക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു ഭക്ഷണം കഴിക്കാനും സമാധാനം ജീവിക്കാനാണ് ഞങ്ങൾ സമ്മതിച്ചത്. എന്തിനാണ് ചെയ്തത്? അവർ സമാധാനം പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇത് വിഷയത്തിൽ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജർ തങ്ങളുടെ സ്ഥാപനത്തിൽ സംഭവിച്ച വിഷയമാണെന്ന് സമ്മതിക്കുകയും പക്ഷേ ആര് ചെയ്തു എന്ന് വ്യക്തമായിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയുമാണ് ചെയ്തത്. പീരുമേട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറഞ്ഞു പോയതല്ലാതെ തുടർന്ന് നടപടികൾ ഉണ്ടായില്ല. തങ്ങളെ മനഃപൂർവ്വം അപമാനിച്ചവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ തെറ്റുതിരുത്തി മാപ്പ് പറയണമെന്നുമാണ് ഇവരുടെ ആവശ്യം. ദിശ ഹയർ എഡ്യൂക്കേഷൻ എക്സ്പോ 2024 കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖാർഗ് IAS ഉദ്ഘാടനം ചെയ്തു. 20ലധികം സ്റ്റാളുകളും വിവിധ കരിയർ മേഖലകളിലെ സെക്ഷനുകളും ഉന്നത പഠനത്തെക്കുറിച്ചുള്ള വിശദമായ സെമിനാറുകളും ഉൾപ്പെടുത്തിയാണ് മിനി ദിശ 2024 എന്ന പേരിൽ എക്സ്പോ സംഘടിപ്പിച്ചത്. വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി നേരിട്ട് സംവദിക്കുന്നതിനും ഉന്നത പഠനത്തെക്കുറിച്ചും കരിയറിനെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുവാനുമുള്ള സുവർണാവസരം എക്സ്പോയിൽ ലഭ്യമാക്കിയിരുന്നു. പരിപാടി ഇടുക്കി സബ് കളക്ടർ അനൂപ് ഖാർഗ് IAS ഉദ്ഘാടനം ചെയ്തു. But in 12th standard, if somebody came and told me that we had so many people from IIT this year, last year, continue another person joined IIT from our school. I had no idea what IIT meant. In 12th standard, imagine. Now people go to all kind of entrance coaching examinations, this, that. But I had no idea. This was my state. If you asked me 10 years before what do you want to do, I would always say IAS. But then I did not do anything for it. I always delayed it, procrastinated it. I like, okay, I'll study, Padigulu. After college, I started studying for the IAS. After college, I took 5 years, 5 years to crack the examination. So basically, I wasted those 5 years. Had I known what I wanted to do, which I always knew, but I never worked for it. So had I started studying during my college time only, I would have cracked it very, very early. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കോട്ടയം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ VGPN, CG ആൻഡ് AC സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം CM, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജൻ നീർനാകുന്നേൽ, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ, കൗൺസിലർ സോണിയ GB, ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ജോസഫ് മാത്യു, സെന്റ് ജോർജ് സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, പ്രിൻസിപ്പൽ മാണി KC, ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ്, PTA പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം നവംബർ 30, ഡിസംബർ 6, 7 തീയതികളിലായി നടക്കും. കേരളോത്സവത്തിന്റെ ആദ്യ ദിനം ഫുട്ബോൾ, ബാഡ്മിന്റൺ മത്സരങ്ങളാണ് നടക്കുക. ഡിസംബർ 6-ാം തീയതി വിളംബര ഘോഷയാത്ര നടക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. പ്രിയമുള്ളവരെ, 2024 കേരളോത്സവം വളരെ വർണ്ണാഭമായിട്ട് നടത്താനായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്നും നമ്മൾ 3 ദിവസമായിട്ടാണ് കാര്യങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 4 ദിവസമായിട്ടാണ് നമ്മുടെ കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ അത്ലറ്റിക് ഇനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കലാമത്സരങ്ങൾ അതെല്ലാം ഒരു സമയത്ത് തന്നെ ആയതുകൊണ്ട് വിദ്യാർത്ഥികൾ പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 4 ദിവസങ്ങളായിട്ട് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. 30/11/2024 ശനിയാഴ്ച നാളെ അത്ലറ്റിക് മത്സരങ്ങളും അതുപോലെ ബാസ്കറ്റ് ബോളും നമ്മുടെ സെന്റ് സ്കൂൾ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അത്ലറ്റിക് ഇനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാ ആളുകളും കൃത്യമായിട്ട് വരികയും അത് പങ്കെടുക്കുകയും ചെയ്യണമെന്നാണ് അറിയിക്കാനുള്ളത്. ഇപ്പോൾ വളരെയധികം ആളുകൾ കുറവാണ് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആളുകൾ വരണമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി, ഡിസംബർ 6, 7, 8 തീയതിയിലാണ് ബാക്കിയുള്ള മത്സരങ്ങൾ നടക്കുന്നത്. അപ്പൊ 6-ാം തീയതി രാവിലെ നമുക്ക് വർണ്ണാഭമായിട്ടുള്ള വിളംബര ജാഥയോട് കൂടിയാണ് നമ്മുടെ കേരളോത്സവം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അന്ന് തന്നെ നമ്മുടെ കലാമത്സരങ്ങളായ ഇനത്തില്
രചനാ മത്സരങ്ങൾ നമുക്ക് അങ്ങാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് മത്സരം കരടിലുള്ള ഗ്രൗണ്ടിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 7-ാം തീയതി ഫുട്ബോള്, അതുപോലെ ചെസ്, വോളിബോൾ മത്സരങ്ങൾ 7-ാം തീയതി നടക്കുകയാണ്. അതുപോലെ 8-ാം തീയതി നടത്തുന്നത് ബാഡ്മിന്റണും ആർട്സ് ക്ലോസിംഗ് സെറമണി വടംവലിയോടുകൂടി നമ്മളെല്ലാ പ്രാവശ്യം നടത്തുന്ന പോലെ തന്നെ ടൗണിൽ വെച്ചിട്ടുള്ള സമാപന സമ്മേളനത്തോടു കൂടിയാണ് സമ്മാനത്തോടു കൂടിയാണ് നമ്മുടെ കാര്യങ്ങൾ അവസാനിക്കുന്നത്. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിന് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. 2 ദിവസങ്ങളിലായാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് തല കേരളോത്സവം നടക്കുക. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിന്റെയും ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെയും വിവിധ യൂത്ത് ക്ലബ്ബുകളുടെയും സഹകരണത്തോടെയാണ് കേരളോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. ശാന്തിഗ്രാം സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ നിർവഹിച്ചു. നമുക്കറിയാം, ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് വലിയൊരു മാമാങ്കത്തിലേക്ക് കടക്കുകയാണ്. ഇവിടുത്തെ യുവാക്കളുടെയും അല്ലെങ്കിൽ ഈ നാട്ടിലെ ആളുകളുടെ എല്ലാം അവരുടെ കഴിവുകളും അല്ലെങ്കിൽ കലാ കായിക രംഗത്തെ എല്ലാ കഴിവുകളും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനും അത് മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് ഇതുപോലുള്ള കലാമത്സരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളോത്സവം സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കേരളോത്സവം സംഘടിപ്പിച്ചു വരികയാണ്. നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറകളെല്ലാം മറ്റ് ഇൻ്റർനെറ്റ് യുഗത്തിലൊക്കെ ആയി പോകുന്നൊരു സാഹചര്യമുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവരുടെ നിരവധിയായ കഴിവുകൾ അവർക്ക് പ്രചോദനം നൽകാനും നമ്മുടെ നാടുകളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സച്ചിനെ പോലെയും റൊണാൾഡോയെ പോലെയും അല്ലെങ്കിൽ മെസ്സിയെ പോലെയുള്ള കായിക താരങ്ങളായി മാറുവാൻ വേണ്ടി നമ്മുടെ ഈ നാട്ടിൽ നിന്നും യുവ കായിക താരങ്ങളെല്ലാം മുന്നോട്ട് വരണമെന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഇതുപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി സജി, ഗ്രാമപഞ്ചായത്ത് അംഗം ജോസുകുട്ടി അരിപ്പറമ്പിൽ, സെക്രട്ടറി ഡി ധനേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളോത്സവത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഉപ്പുതറ പരപ്പ് പാറമടയ്ക്ക് സമീപം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കലുങ്ക് പുതുക്കി നിർമ്മിക്കാതെ കലുങ്ക് അടച്ചു കോൺക്രീറ്റ് വാൾ വാർക്കുന്നതായി പരാതി. ഇതോടെ കോൺക്രീറ്റ് വാൾ വാർക്കുവാനെത്തിയ ജോലിക്കാരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പാറമട ഉൾപ്പെടെ 750 മീറ്റർ ഭാഗത്ത് നിലവിൽ ഒരു കലുങ്ക് മാത്രമാണുള്ളത്. ഈ ഭാഗത്ത് മണ്ണിടിയുകയും കലുങ്ക് അടഞ്ഞു പോവുകയും ചെയ്തിരുന്നു. ശക്തമായി മഴ പെയ്താൽ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ കലുങ്ക് പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ആലടി മുതൽ പരപ്പ് വരെയുള്ള ഒരു പാറമട വരെയുള്ള ഒരു പ്രദേശത്തിൽ 750 മീറ്റർ സ്ഥലത്ത് നിലവിലുണ്ടായിരുന്ന കലുങ്കുകൾ തുറക്കുകയോ ഇല്ല. അവിടെ ഒരു കലുങ്ക് രാവിലെ അടച്ച് കോൺക്രീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. ഇത് എത്രയും പെട്ടെന്ന് തുറന്നില്ലെങ്കിൽ ഇത്രയും ദൂരത്തു നിന്ന് വരുന്ന വെള്ളം, ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം, കഴിഞ്ഞ പ്രാവശ്യം ഉരുളുപൊട്ടി വന്നതെല്ലാം ഈ ഭാഗത്താണ്. അത്ര ദുരന്തമായുള്ളൊരു പ്രദേശമാണ്. ഈ വെള്ളം മുഴുവൻ താങ്ങുന്ന ഏതാണ്ട് 750 മീറ്റർ ദൂരെയുള്ള ഒരു കലുങ്ക് മാത്രമാണ്. ഈ കലുങ്ക് ഈ നിറഞ്ഞിട്ട് റോട്ടിൽ കൂടി വെള്ളം ഒഴുകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും മുകളിലുള്ള ഈ കലുങ്ക് തുറക്കാനോ ഒരു നടപടി ഉണ്ടായിരുന്നു. രാവിലെ അത് അടച്ചു കോൺക്രീറ്റ് ശ്രമം നാട്ടുകാർ തടഞ്ഞിരുന്നു. അതുകൊണ്ട് എത്ര കിഫ്ബിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഈ കലുങ്ക് ലിസ്റ്റിലില്ല, അതില്ലാന്ന് പറയാൻ മുട്ടായുത്തി ന്യായങ്ങളാണ് പറയുന്നത്. അത് മാറ്റി ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞത്. പക്ഷേ വിവരാവകാശ നിയമപ്രകാരം ഈ കലുങ്ക് ഇതിലുള്ളതുമാണ്. അവരത് എത്രയും പെട്ടെന്ന് ഇതിന് നടപടി ഉണ്ടാക്കി തരണം നാട്ടുകാരുടെ. എന്നാൽ കലുങ്കിനെ സംബന്ധിച്ചുള്ള എസ്റ്റിമേറ്റ് വിവരങ്ങൾ ലിസ്റ്റിൽ ഇല്ല എന്നും പുതുക്കി പണിയുവാൻ സാധിക്കില്ല എന്നും അതിനാലാണ് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നത് എന്നുമാണ് കരാറുകാരുടെ വാദം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കടക്കയം വാർഡ് കൺവെൻഷൻ നടന്നു. കനകക്കുന്ന് മിൽമ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. മിഷൻ 2025 ഭാഗമായി കോൺഗ്രസ് വാർഡ് കൺവെൻഷനുകൾ നടത്തിവരികയാണ്. ഇതിന്റെ ഭാഗമായാണ് കനകക്കുന്ന് മിൽമ ഓഡിറ്റോറിയത്തിൽ വെച്ച കടക്കയം വാർഡ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. നമുക്ക് ഈ തിരഞ്ഞെടുപ്പ് 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വിജയത്തിലൂടെ മാത്രമാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് കടക്കാനാകും. ഇപ്പോൾ അടുത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ വിജയം നമുക്കുണ്ടായിട്ടുണ്ട്. പ്രധാനമായും പാലക്കാട് വലിയ കൊട്ടിഘോഷിക്കപ്പെട്ട കുപ്രചരണങ്ങളൊക്കെ നടന്നു. അവിടെ പെട്ടിയുടെ പേരിൽ, നീല പെട്ടിയുടെ പേരിൽ നടന്ന കുപ്രചരണം നിങ്ങൾക്കറിയാം. അവിടെ മദ്യത്തിൻ്റെ പേരിൽ കുപ്രചരണം നടന്നു. അവിടെ വട്ടിയുടെ പേരിൽ കുപ്രചരണം നടന്നു. അങ്ങനെ ഈ അടുത്ത കാലഘട്ടത്തിൽ കേരളം കണ്ടിട്ടില്ലാത്ത തരത്തിൽ BJPയും CPMും ചേർന്ന് കോൺഗ്രസിനെ ആക്രമിക്കുന്ന ചിത്രം നമ്മൾ പാലക്കാട് കണ്ടതാണ്.
വാർഡ് പ്രസിഡന്റ് ജോഷി വർക്കി പടികരയിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നവരെ ചടങ്ങിൽ വെച്ച് സ്വീകരിച്ചു. കൂടാതെ മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിക്കുകയും ചെയ്തു. അഡ്വക്കേറ്റ് കെ ബി സെൽവം, വിജയകുമാർ മറ്റക്കര, സാജു കാരക്കുന്നേൽ, മിനി സാബു, വിനോദ് ജോസഫ്, ബാബു കുമ്പിളിവേലിൽ, ടോമി തെങ്ങുംപള്ളിൽ, ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്ത്രീ ശാക്തീകരണവും ജെൻഡർ സമത്വവും ലക്ഷ്യം വെച്ച് ഏറ്റുമാനൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജ്യോതി ജീവപൂർണ്ണ ട്രസ്റ്റ് അർച്ചന വിമൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ഓറഞ്ച് ഡേ ദിനാചരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായാണ് ഉപ്പുതറയിൽ ഓറഞ്ച് ഡേ ദിനാചരണം സംഘടിപ്പിച്ചത്. ടൗണിൽ നിന്നും ആരംഭിച്ച റാലി SHO NM ജോയി മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്ത്രീകൾക്ക് തുല്യനീതിയും സമത്വവും ഉറപ്പാക്കുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് അർച്ചന വിമൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ നേർക്കാഴ്ച എന്ന പേരിൽ തെരുവ് നാടകവും സംഘടിപ്പിച്ചു. എന്നിട്ടും അവർക്ക് എന്തു പറ്റി? സ്ത്രീ മുന്നേറുമ്പോൾ കുടുംബം മുന്നേറുന്നു, ഗ്രാമം മുന്നേറുന്നു, രാഷ്ട്രം മുന്നേറുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ പോലെ. എന്നിട്ടും അവൾക്ക് എന്തു പറ്റി? ജനമേ, ഒരുങ്ങി മുന്നേറുക. നിരവധി വീരാംഗനകളുടെ നാടാണ് കേരളം. പുതിയ കാഴ്ചകളുടെ ലോകത്തിലേക്ക് ഉണരുക, ഉണരുക, ഉണരുക. പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതികൾ സ്ത്രീജനങ്ങൾക്ക് വേണ്ടിയിട്ട് 50% മുതൽ 80% സബ്സിഡികളിൽ ഉൾപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ അർച്ചന വിമൻസ് സെന്ററിൽ നമുക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലക്ഷ്യബോധമുള്ള സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന അർച്ചന വിമൻസ് സെന്റർ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമായിട്ടാണ് നമ്മോടൊപ്പമായിരിക്കുന്നത്. ജീവൻ സമൃദ്ധി കോഓർഡിനേറ്റർ മറിയാമ്മ കെ ജോസഫ് അധ്യക്ഷയായി. റിട്ടയർഡ് എക്സൈസ് ഓഫീസർ അബ്ദുൾ ജബ്ബാർ ബോധവൽക്കരണ സെമിനാർ നടത്തി. കട്ടപ്പന നഗരസഭാ കൗൺസിലർ ലീലാമ ബേബി, കമ്മ്യൂണിറ്റി ഓർഗനൈസർ ജെസി ജെയ്, അസിസ്റ്റന്റ് ഡയറക്ടർ ആശ കിരൺ, യൂണിറ്റ് ഓഫീസർ ഇന്ദിര ശ്രീനി, കൗൺസിലർ പി ഉണ്ണിമായ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ട ഗാന്ധിനഗറിൽ നിന്ന് പെരുമ്പാമ്പിനെ പിടികൂടി. ഏകദേശം 10 കിലോയോളം ഭാരമുള്ള പെരുമ്പാമ്പിനെയാണ് പിടികൂടിയത്. വൈകിട്ടോടെയാണ് അയ്യപ്പൻകോവിൽ തുരുത്ത് ഗാന്ധിനഗർ കോളനിയിൽ നാട്ടുകാർ പെരുമ്പാമ്പിനെ കണ്ടത്. തുടർന്ന് വനംവകുപ്പിനെ വിവരമറിയിക്കുകയായിരുന്നു. എരുമ അഴിക്കാനായിട്ട് പോയപ്പോൾ പോസ്റ്റിന്റെ അവിടെ കിടക്കുമായിരുന്നു. ആദ്യം ഓടിച്ചു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് വെള്ളത്തിൽ ചാടി വീണ്ടും തിരിച്ചു കയറി വന്നു. അന്നേരം പിടിച്ചു. റേഞ്ച് ഓഫീസർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പെരുമ്പാമ്പിനെ പിടികൂടി മുരിക്കാട്ടുകുടി വനത്തിൽ തുറന്നുവിട്ടു. മഹിളാ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ നടന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2025 നടക്കാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മഹിളാ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ നടത്തിവരുന്ന പരിപാടിയുടെ ഭാഗമായാണ് വാത്തിക്കുടി മണ്ഡലം കൺവെൻഷൻ നടത്തിയത്. തോപ്രാങ്കുടി ടൗണിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥയ്ക്ക് ശേഷം പതാക ഉയർത്തി. തുടർന്ന് നടന്ന കൺവെൻഷൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മഹിളകൾ മത്സരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ട് 19 സീറ്റിൽ 10 സീറ്റിലും മഹിളകളാണ് മത്സരിക്കാൻ പോകുന്നത്. ഇവിടെ വേദിയിലിരിക്കുന്ന ഞങ്ങൾ പുരുഷ കേസരികൾ ഒക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. 2031 അസംബ്ലി തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിൽ ഏതാണ്ടൊരു 47-50 നിയോജക മണ്ഡലങ്ങളിൽ MLA-മാരായി കടന്നു വരാൻ പോകുന്നത് കേരളത്തിലെ വനിതകളാണ് എന്നുള്ളിടത്താണ് ഈ മഹിളാ കോൺഗ്രസിന്റെ പരിപാടികളുടെ പ്രസക്തി. ബാച്ചിലർ ഓഫ് സിദ്ധ മെഡിസിൻ ആൻഡ് സർജറിയിൽ പഠനം പൂർത്തിയാക്കിയ ഡോക്ടർ സേതുലക്ഷ്മി കുളമറ്റത്തിനെയും MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും BA ഹിസ്റ്ററിയിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ സാന്ദ്ര സന്തോഷിനെയും യോഗത്തിൽ അനുമോദിച്ചു. മഹിളാ കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് റിജിമോൾ റജി അധ്യക്ഷയായിരുന്നു. ജില്ലാ പ്രസിഡന്റ് മിനി സാബു മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജോസ്മി ജോർജ്, ഡോളി തോമസ്, മിനി സജി, റോസിലി മത്തായി, ഓമന രാജു തുടങ്ങിയവർ സംസാരിച്ചു. മൊണ്ടലിസ് ഇന്ത്യ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സൈസ് വിമുക്തി മിഷനുമായി ചേർന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജില്ലാതല ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. തങ്കമണി സെന്റ് തോമസ് സ്കൂളിൽ വെച്ചാണ് മത്സരം നടന്നത്.
മൊണ്ടേലിസ് ഇന്ത്യ ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ വിഭാഗമായ കൊക്കോ ലൈഫിന്റെ സാമ്പത്തിക സഹായത്തോടെ അഫ്പ്രോ എന്ന സന്നദ്ധ സംഘടന വഴി നടപ്പിലാക്കുന്ന കൊക്കോ ലൈഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. എക്സൈസ് വിമുക്തി മിഷനുമായി ചേർന്നായിരുന്നു പരിപാടി. തങ്കമണി സെന്റ് തോമസ് സ്കൂളിൽ വെച്ച് നടന്ന ജില്ലാതല ക്വിസ് മത്സരത്തിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് KS നിർവഹിച്ചു. കേരള സർക്കാർ വിമുക്തി മിഷൻ 2016 രൂപീകരിച്ച് വിമുക്തി മിഷൻ എന്ന് പറയുന്നത് പ്രത്യേകമാണ്. എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എൻഫോഴ്സ്മെന്റ് വർക്ക് ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തുടനീളം അവയർനെസ് പ്രോഗ്രാമുകൾ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്കൂളിലും ഒരു വിമുക്തി ക്ലബ്ബ്. ആ വിമുക്തി ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടുത്തെ അവയർനെസ് പ്രോഗ്രാമുകളെല്ലാം നടക്കുന്നത്. ഇപ്പം സ്കൂളുകളിലെല്ലാം നിരവധിയായിട്ടുള്ള അവയർനെസ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം മയക്കുമരുന്ന് മദ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ദോഷവശങ്ങൾ എന്താണെന്ന് ശ്രദ്ധിച്ച് പറയണമായിരുന്നു. ഒരു കാര്യം കുട്ടികൾ മനസ്സിലാക്കണം, ഈ സർക്കാരായാലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും അധ്യാപകരായാലും നിങ്ങളോട് പറഞ്ഞു തരുന്നതെല്ലാം ഇതിനെക്കുറിച്ച് മദ്യം മയക്കുമരുന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതെല്ലാം തന്നെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഡോക്ടർ ജോസ് മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മണികണ്ഠൻ PK, സ്കൂൾ പ്രിൻസിപ്പൽ സാബു കുര്യൻ, അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ യശോധരൻ KK, വിമുക്തി മിഷൻ കോർഡിനേറ്റർ ഡിജോ ദാസ്, അഫ്പ്രോ കോർഡിനേറ്റർ സ്റ്റെഫി എബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. മത്സരത്തിൽ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 1ാം സ്ഥാനവും കരിമണ്ണൂർ സെന്റ് ജോസഫ് സ്കൂൾ 2ാം സ്ഥാനവും അറക്കുളം സെന്റ് മേരി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അഫ്പ്രോ ജില്ലാതല കോർഡിനേറ്റേഴ്സായ ജിബിൻ തോമസ്, മെർലിൻ മാത്യു, അലൻ ജോസ്, അൻസിയ ടോമി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. 70ാം വയസ്സിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലേക്കും വിദേശത്തേക്കും ക്രിസ്തുമസ് കേക്ക് നിർമ്മിച്ചു കയറ്റി അയക്കുന്ന ഒരു സംരംഭകയുണ്ട് വണ്ടിപ്പെരിയാറിൽ. 2011 മുതൽ കേക്ക് നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന സുശീല സ്റ്റീഫൻ. ഈ വർഷം ഇതുവരെ 1500-ലധികം കേക്കുകൾ ഇവർ കയറ്റി അയച്ചു കഴിഞ്ഞു. ക്രിസ്തുമസ് വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് കേക്കുകൾ. അത്തരത്തിൽ ഇന്ത്യയിലും വിദേശത്തേക്കും കേക്കുകൾ നിർമ്മിച്ച് കയറ്റി അയക്കുകയാണ് വണ്ടിപ്പെരിയാർ സ്വദേശിയായ സുശീല സ്റ്റീഫൻ. തന്റേതായ രുചി വിഭവങ്ങൾ കൂട്ടിയിണക്കി 1 വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ഇവർ കേക്ക് നിർമ്മാണം തുടങ്ങുന്നത്. നാടൻ വൈൻ, പ്രബലമായ റം, ബ്രാൻഡി എന്നിവ ഒഴിച്ച് തയ്യാറാക്കിയ പഴവർഗ്ഗങ്ങൾ ഭരണിയിലാക്കി വയ്ക്കും. ഇതിനുശേഷം ഒക്ടോബർ-നവംബർ മാസത്തോടുകൂടി കേക്ക് ഉണ്ടാക്കുന്നതിനായി ഇവ പുറത്തെടുക്കും. പരമ്പരാഗത വിറക് ബോർമയിലാണ് ഇവർ കേക്കുകൾ നിർമ്മിക്കുന്നത്. ഈ വർഷം അമേരിക്ക, ഇംഗ്ലണ്ട്, ഗൾഫ് രാജ്യങ്ങൾ കൂടാതെ ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിലേക്ക് 1500-ൽ പരം കേക്കുകൾ കയറ്റി അയച്ചതായി ഈ സംരംഭക പറയുന്നു. ഇത് ഒരു ട്രഡീഷണൽ കേരള കേക്കാണ്. ദിസ് വാസ് സ്റ്റാർട്ടഡ് ഇയേഴ്സ് ബിഫോർ ബൈ മാമ്പലി ബാപ്പു ഫ്രം തലശ്ശേരി. ദിസ് വാസ് ടേക്കൻ ഫ്രം ദ ബ്രിട്ടീഷ്. അപ്പോൾ അത് തന്നെ നമ്മളെല്ലാവരും കേരളത്തിൽ തന്നെ ഇത് അഡോപ്റ്റ് ചെയ്യുന്നത്. I normally send my cakes to US, UK, UAE. പിന്നെ I sent nationally to Pune, ബോംബെ, ഡൽഹി, പിന്നെ ചെന്നൈ, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഞാൻ എൻ്റെ കൊറിയറായിട്ടാണ് ഞാൻ അയക്കുന്നത് എൻ്റെ കേക്ക്സ് എല്ലാം. ദിസ് ഈസ് മൈ പാഷൻ. എനിക്ക് വയസ്സ് 70 എന്നാലും I keep on sticking to my passion. I love baking and age is not a barrier. It's if anybody with a determination, anyone can achieve success regardless of age. This is my advice to the younger generation. Chase your dreams no matter what your age is. Stay curious, keep learning, embrace challenges as opportunities. I want to inspire others to never give up on their dreams. Life is full of possibilities and age is just a number. തുടർച്ചയായ 15ാമത്തെ വർഷമാണ് സുശീല
കേക്കുകൾ നിർമ്മിക്കുന്നത്. വരുമാനത്തിലുപരി മറ്റെങ്ങും ലഭിക്കാത്ത രുചിയിലുള്ള ക്രിസ്തുമസ് കേക്കുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. കേക്ക് നിർമ്മാണം പഠിക്കുന്നതിനായി നിരവധി ആളുകളും ഇവരുടെ അടുത്ത് എത്താറുണ്ട്. ഇന്നത്തെ തലമുറയ്ക്ക് ഈ 70-കാരിയുടെ കേക്ക് നിർമ്മാണത്തിലെ കമ്പം മാതൃകയും പ്രചോദനവുമാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ശാന്തൻപാറ കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലയ്ക്കാൽ ഏല വിവരം. ആകെ ലോട്ട് 122, വിൽപ്പനയ്ക്ക് വന്നത് 24,102, വിൽപ്പന നടന്നത് 23,824, കൂടിയ വില 3,162, ശരാശരി വില 2,962. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 625 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 925, കൊക്കോ 85, റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,160 രൂപ, വെള്ളി 91. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ സത്രം കാനനപാത വഴി ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ പൂർത്തിയാക്കിയതായി അധികൃതർ. ദിവസവും ഇതുവഴി ശബരിമല ദർശനത്തിനായി പോകുന്നത് 5,000-ഓളം തീർത്ഥാടകർ. കട്ടപ്പന കടമാക്കുഴിയിൽ ദേശീയപാതയുടെ ഓടയിൽ വീണ ഇരുചക്ര വാഹന യാത്രികൻ മരിച്ചു. മരിച്ചത് വെള്ളാരംകുന്ന് സ്വദേശി ജോസ്. ദേശീയപാതയോരത്തെ ഓടയുടെ അപകട ഭീഷണി നിരവധി തവണ അധികാരികളിൽ എത്തിച്ചിട്ടും നടപടിയില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് സമരസമിതി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിന് സമാപനം കുറിച്ച രാഷ്ട്രപതിക്കും സുപ്രീം കോടതിക്കും തയ്യാറാക്കിയ നിവേദനമടങ്ങിയ കത്ത് പോസ്റ്റ് ചെയ്തു. നിവേദനങ്ങൾ തപാൽ ഓഫീസ് വഴി അയച്ചത് മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി ഇന്ദ്രപ്പേലിന്റെ സാന്നിധ്യത്തിൽ. CHR വിഷയത്തിൽ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി ജഡ്ജിമാർ ഇടുക്കി ജില്ല സന്ദർശിക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്തുകൾ അയച്ചു. രാജാക്കാട് പോസ്റ്റ് ഓഫീസിലെത്തി കത്തുകൾ അയച്ചത് ടൗണിൽ പ്രകടനം നടത്തിയ ശേഷം. പരിപാടിയുടെ ഉദ്ഘാടനം അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് നിർവഹിച്ചു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.